ഫസ്റ്റ് അസിസ്റ്റൻ്റ് എന്നുള്ള നിലയിൽ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കാനുള്ള അവസരം കിട്ടിയത് രണ്ട് തരത്തിലാണ് എനിക്ക് സന്തോഷം നൽകിയത്. ഒന്ന്, ലൊക്കേഷനിൽ പലപ്പോഴും നമുക്ക് രാവിലെ ഇരുന്ന് ഈ സ്ക്രിപ്റ്റ് കോപ്പി എടുക്കേണ്ടി വരും. കാരണം രാത്രി 12 വരെ ഇരുന്ന് എഴുതി രാവിലെ തന്നെ നമ്മുടെ കയ്യിലേൽപ്പിക്കും. ഷൂട്ടിംഗ് ഏകദേശം ഒരു 7-7:30 തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ഈ സാധനം പുതിയ വൃത്തിയുള്ള കയ്യക്ഷരത്തിൽ എഴുതി കൊടുക്കേണ്ട ചുമതല നമുക്കാണല്ലോ. അപ്പോൾ രാവിലെ തന്നെ ലൊക്കേഷനിൽ ഒരു സൈഡിൽ എവിടെയെങ്കിലും കസേരയും ഒരു ചെറിയ ടേബിൾ ഇട്ടിരുന്ന് ഇത് തിരക്കിട്ടെഴുതും. ഈ സമയത്ത് ഷൂട്ടിംഗ് കാണാൻ പല പ്രദേശത്തു നിന്നൊക്കെ ഒരുപാട് ആളുകൾ ഇങ്ങനെ വന്ന് കൂടിയിട്ടുണ്ടാവും. അവരെല്ലാവരും നോക്കുന്നത് ഈ എഴുതിക്കൊണ്ടിരിക്കുന്നത് തന്നെയാണ്. അവരെന്താണ് പറയുന്നത്, ഈ സിനിമയുടെ കഥാകൃത്താവും ആ എഴുതുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലർ പരിചയപ്പെടാൻ വരും. നമസ്കാരം, ചേട്ടനാണോ ഈ സിനിമയുടെ കഥാകൃത്ത്? അപ്പോൾ ഞാൻ ഇടം കണ്ടിട്ട് ഇടത്തും വലത്തും സംവിധായകനോ മറ്റ് അസിസ്റ്റൻസ് സുഹൃത്തുക്കളൊന്നും ഉണ്ടോ ഇല്ലയോ നോക്കുക. ആരും ഇല്ലെങ്കിൽ പതുക്കെ കാച്ചും. അതേ ചേട്ടൻ്റെ പേര്. അങ്ങനെയാണ് നമ്മളൊരു. അപ്പോൾ അവർ പോയിട്ട് പിന്നെ കാണാൻ നിൽക്കുന്ന മറ്റുള്ളവർ പറയുകയാണ് അത് കഥാകൃത്താണ്. അപ്പോൾ അവരൊക്കെ എന്നെ ഭയങ്കര അത്ഭുതത്തിലോ സിനിമയുടെ കഥാകൃത്ത്. ഈ ഒരു രസകരമായ മൂഡിലായിരുന്നു ആറ്റുവേലയുടെ ഫസ്റ്റ് അസിസ്റ്റൻ്റായി ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. രണ്ടാമത്തെ ഒരു ഭാഗ്യം, ഒരു സിനിമയുടെ കഥ എങ്ങനെ തിരക്കഥയാവുന്നു, തിരക്കഥ എങ്ങനെ സംഭാഷണങ്ങളാവുന്നു, ആ സംഭാഷണത്തിൽ ഏതൊക്കെ തരത്തിലാണ് അതിൻ്റെ ഇടവേളകളിൽ എഴുതി ചേർക്കുന്ന ഡിസ്ക്രിപ്ഷൻസ്, ഒരു നോട്ടത്തെക്കുറിച്ച്, ഭാവത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഓടുന്ന നായികയുടെ കാലുകൾ എന്നൊക്കെ പറഞ്ഞ് ഓരോ സീനും എടുക്കാനുള്ള ഷോർട്ട് ഡിവൈഡിങ് ഫാക്ടറായിട്ടാണ് ഈ തിരക്കഥ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാനുള്ള ഒരു തിരക്കഥാകൃത്തിൻ്റെ പാഠം തുടങ്ങി വയ്ക്കാനും ഈ ഒരു ജോലിയിലൂടെ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് മഹാഭാഗ്യം തന്നെയല്ലേ. പിന്നെ ഒന്ന്, ഒരു സീൻ എത്ര ഷോട്ടുകളായി ഡിവൈഡ് ചെയ്യപ്പെടുന്നു, അതിൽ ക്ലോസ് ഷോട്ട് എവിടേക്ക് വരുന്നു, മിഡ് ഷോട്ട് എവിടെ വരുന്നു, ലോങ് ഷോട്ട് എവിടെ വരുന്നു, എവിടെ ക്രെയിൻ ഷോട്ട് വരുന്നു, എവിടെ ട്രോളി ഷോട്ട് വരുന്നു, എവിടെ സബ്ജക്റ്റീവ് ഷോട്ട് വരുന്നു, അല്ലെങ്കിൽ സജഷൻ ഷോട്ട് വരുന്നു. ഇങ്ങനെ ഷോട്ടുകളുടെ ഒരു കന്നിമാസം തന്നെയാണ് സിനിമ എന്നുള്ളത് ഈ പേജിൽ എഴുതി വെച്ചിരിക്കുന്ന ഓരോ ഷോട്ടിൻ്റെ പേരുകൾ വായിച്ചുകൊണ്ടും അത് സീൻ എടുക്കുമ്പോൾ സംവിധായകൻ്റെ ആ ഷോട്ടിൻ്റെ ക്യാമറമാൻ നിശ്ചയിക്കപ്പെടുന്ന ആ സീനുകളെക്കുറിച്ച് പഠിക്കാനും ഈ സ്ക്രിപ്റ്റ് അസോസിയേറ്റ് ഡയറക്ടർ എൻ്റെ കയ്യിൽ തരുമ്പോഴേക്ക് അതിലെ മാർക്കുകൾ പരിശോധിച്ച് മനസ്സിലാക്കാൻ, ആഴത്തിൽ സംവിധാനകലയെക്കുറിച്ച് മനസ്സിലാക്കാൻ എനിക്ക് കഴിഞ്ഞു എന്നുള്ളത് വലിയ ഭാഗ്യം തന്നെയല്ലേ. ഇന്നിപ്പോൾ കാലം മാറിയിരിക്കുന്നു. സ്ക്രിപ്റ്റ് കോപ്പി എടുക്കണ്ട, എഴുതുമ്പോൾ തന്നെ അത് DTP എടുത്ത് പ്രിൻ്റാക്കി ആവശ്യത്തിനുള്ള ഫോട്ടോസ്റ്റാറ്റ് എടുക്കേണ്ട ജോലിയാണ് അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സിന് ഇപ്പോഴുള്ളൂ. അതുമാതിരി തന്നെ ഷോട്ടുകൾക്ക് പണ്ട് സംവിധായകർക്ക് ഒരു നിർബന്ധ കലയുണ്ടായിരുന്നു. എന്തായിരുന്നു? ഒരു ക്ലോസ് ഷോട്ടിന് ഒരു കൗണ്ടർ ക്ലോസ്, ഒരു മിഡ് ഷോട്ടിന് കൗണ്ടർ മിഡ്, ഒരു സജഷൻ ഷോട്ടിന്, സജഷൻ എന്ന് പറഞ്ഞാൽ ഒരാളുടെ തലയുടെ പശ്ചാത്തലത്തിൽ എതിരെ നിൽക്കുന്ന ആളോട് സംസാരിക്കുന്ന ഷോട്ടാണ് സജഷൻ. ആ സജഷൻ, ഒരു സജഷൻ ഷോട്ട് എടുത്തു കഴിഞ്ഞാൽ എതിരെ നിൽക്കുന്ന ആളുടെ തല കാണിച്ചുകൊണ്ട് സജഷൻ ഷോട്ട് തിരിച്ചും എടുക്കണം. അങ്ങനെ ഏത് ഷോട്ടിനും കൗണ്ടർ ഷോട്ട്. പിന്നെ സബ്ജക്റ്റീവ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ആൾക്ക് പകരം, വ്യക്തിക്ക് പകരം ഒരു ക്യാമറ സഞ്ചരിച്ചു. അങ്ങനെ ആ ക്യാമറയാണ് മനുഷ്യന് പകരം സഞ്ചരിക്കുന്നത്. ചില സിനിമ കടം. ഇപ്പോൾ ജോൺ എബ്രഹാമിൻ്റെ ഒരു കഥയിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു ക്യാമറയും തോളിൽ വെച്ച് അദ്ദേഹം ഓടിപ്പോയി ഒരു മതിലിടിച്ച് താഴെ വീഴുന്നത് കൊണ്ട് സിനിമ വന്നപ്പോൾ ഒരു മദ്യപാനി ആടിപ്പോയി മതിലിടിച്ച് വീഴുന്ന രീതിയിൽ അത് കാണാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അങ്ങനെയുള്ള ഇന്നിപ്പോൾ പുതിയ സിനിമാ രീതികളിൽ ഈ കൗണ്ടർ ഷോട്ട്സ്, ഒരു ക്ലോസിന് മറിച്ച് കൗണ്ടർ തന്നെ വേണമെന്നോ അല്ലെങ്കിൽ ഒരു സജഷൻ ഷോട്ടിന് കൗണ്ടർ സജഷൻ വേണമെന്നോ ഒന്നും അങ്ങനെ നിർബന്ധ നിയമമായിട്ട് കാണുന്നില്ല. സാന്ദർഭികമായി സംവിധായകനും ക്യാമറാമാനുകൾ വയ്ക്കുന്ന ഷോട്ടുകൾ സിനിമയ്ക്ക് അറിയാൻ ഒരു ഒറ്റ ഷോട്ടിൽ തന്നെ 5 മിനിറ്റ് സീനൊക്കെ കാണിക്കുന്ന രീതിയിൽ കാലം മാറിയത് സിനിമയായി മാറ്റിയിരിക്കുന്നു എന്നതിൽ പറയേണ്ട ഒരു വിഷയം തന്നെയാണ്. അതുപോലെ തന്നെ ആധുനിക ക്യാമറയിൽ മെമ്മറി കാർഡ് സിസ്റ്റം ആയതുകൊണ്ട് ക്ലാപ്പ് കൊടുക്കുന്ന അസിസ്റ്റൻറ്റിന് വലിയ ടെൻഷനൊന്നും വേണ്ട. എഡിറ്റിംഗ് ടേബിളിലേക്ക് എത്തിയാൽ പഴയ മാനുവൽ മാറി ഇപ്പോൾ ആവിഡ് സിസ്റ്റത്തിലൂടെ കമ്പ്യൂട്ടറൈസ്ഡ് എഡിറ്റിംഗ് ആയി മാറി. ആ ഒരു മാറ്റം. അതുപോലെ തന്നെ ജിമ്മേജ് ഇപ്പോൾ വന്നിരിക്കുന്നു. ക്യാമറയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്ന ഒരു ജിംബൽ എന്ന് പറയുന്ന ആധുനിക എക്യുപ്മെൻറ്റ് വന്നിരിക്കുന്നു. അതുപോലെ തന്നെ ഹെലിക്യാം വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള മാറ്റങ്ങളോടെ സിനിമ മറ്റൊരു മുഖത്തിലേക്ക് മാറിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇത്തരമൊരു സിനിമയിൽ വർക്ക് ചെയ്യാനും വലിയ പാഠങ്ങൾ പഠിച്ചെടുക്കാനും, അതോടൊപ്പം തന്നെ അരിസ്റ്റോ ജംഗ്ഷനിലെ സിനിമാക്കാർ താമസിക്കുന്ന തമ്പുരു ഹോട്ടലിൽ ഒരു AC റൂമിൽ താമസിക്കാൻ കൂടി സർവേഷൻ എനിക്ക് അവസരം തന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് വലിയൊരു മഹത്തായ സിനിമയുടെ മറ്റൊരു കഥയുമായി അടുത്ത എപ്പിസോഡിൽ നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.